അല്ല അതിപ്പോ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഈ വീട്ടിലാരും പട്ടിണി കിടന്ന് ചത്തുപോകാണ്ട് വേണ്ടതൊക്കെ തന്നെ സൂക്ഷിച്ചത് ഞാനല്ലേ. അമ്മയ്ക്കറിയാമല്ലോ ഈ ചക്ക സീസൺ ആയ പിന്നെ ഏട്ടൻ്റെ അച്ഛന് ചക്കക്കറി, ഉപ്പും മുളക് ഉടച്ചത്, ചക്കക്കുരു വേക്ക്. ചേട്ടന് ചോറിനകത്ത് പുളിശ്ശേരി പറലാണ്ട് അണ്ണാക്കിന്ന് താഴത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. അമ്മ ഇതൊന്നും കൂട്ടൂലല്ലോ. എന്താ ഇഷ്ടം എന്നൊക്കെ എനിക്കറിയാം. നല്ല വെന്ത അളിഞ്ഞ് കുഴഞ്ഞ് ചീനി നത്തോലിക്കറി. എങ്ങാനും ഇനി ഓടാത്തൊരു കഷ്ണം കപ്പ വല്ലതും കടിക്കാൻ കിട്ടിയാൽ പിന്നെ തീർന്നു. പിന്നെ ഈ സന്ധ്യക്ക് വരുന്ന സായിപ്പും കൊതിയില്ലേ, പുല്ല് കടിച്ചു കുറച്ച് ചോരയും കൊണ്ടങ്ങ് പോവുകയുമില്ല, എന്നാൽ ഈ തലയ്ക്ക് ചുറ്റും കിടന്നുള്ള ഈ മുറട്ടുമൂളല് നിർത്തുകയുമില്ല. ഫുൾ എന്നെ കുറിച്ചുള്ള കുറ്റം പറച്ചിലാണെന്ന് എനിക്കറിയാം. പിന്നെ ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണ്. വളർത്തു ദോഷം, പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു, അതൊക്കെ നല്ല വ്യക്തമായിട്ട് കേൾക്കാം. അതല്ലമ്മ, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് നമ്മുടെ വീട്ടിലെ കുക്കറിൽ എത്ര വിസിലടിച്ചാലും കപ്പ വേവാത്തതും എന്റെ തന്തയുടെയും തള്ളയുടെയും പാരന്റിങ് തമ്മിൽ എന്തിനാണ് ബന്ധമെന്നാണ്. അമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ? പണ്ട് ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ കൂടെ പഠിച്ചിരുന്നൊരു ചെറുക്കൻ എന്നോട് വന്നിട്ട് ലൂസിഫറിന്റെ ഡയലോഗ് പറഞ്ഞു. എന്റെ തന്തയ്ക്ക് വിളിക്കാണെന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഞാൻ അവന്റെ മൂക്കിന്റെ പാല പിടിച്ച് പൊളിച്ച് ചോര കണ്ട് നിലത്ത് വീട്. അയ്യോ, തലയ്ക്ക് 4 സ്റ്റിച്ചായിരുന്നു. അങ്ങനെ വെച്ച് നോക്കിയാ അമ്മയെ ഞാൻ ദേഹോപദ്രവം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പെറ്റതള്ളയില്ലെങ്കിലും അമ്മ എന്നല്ലാതെ നാക്കുളച്ച് ഞാൻ വേറെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ആഴ്ച വരുന്ന ചേച്ചിയും ഭർത്താവും, അവർക്ക് നമ്മൾ എന്നും കഴിക്കുന്ന ഈ 12 കൂട്ടം കറി കൊടുക്കാൻ പറ്റൂ? സദ്യ വെക്കണം. സദ്യ എന്ന് പറയുമ്പോൾ അത് വെജായി പോയി. അപ്പൊ പിന്നെ ചിക്കൻ വാങ്ങണം, ബീഫ് വാങ്ങണം. അവസാനം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ വിളമ്പാൻ നേരം മെനുവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിരിക്കാൻ ഞാൻ എന്തോരം സൂക്ഷിക്കുന്നുണ്ടെന്നറിയോ. ഇവിടെ പിന്നെ ആർക്കും കൈക്കും കാലിലും സ്വാധീന കുറവൊന്നും ഇല്ലെങ്കിലും തിന്നിട്ട് അങ്ങനെ വെച്ചിട്ട് പോണ പ്ലേറ്റൊക്കെ പിന്നെയും തിന്നാൻ വന്നിരിക്കുമ്പോൾ എച്ചില് പറ്റാതിരിക്കുന്നതും ഞാൻ സൂക്ഷിച്ചിട്ടാ. അണ്ടകടാകം പോലത്തെ ഈ വീട് തൂത്തും തുടച്ചും മാറാലടിച്ചും ഇതൊരു തെക്കിനായി പോയത് ഞാൻ സൂക്ഷിക്കുന്നില്ലേ? അമ്മ ഇട്ടിരിക്കുന്ന ഈ നൈറ്റി കളറിളകാതെ ഞാൻ എന്തോരം സൂക്ഷിക്കുന്നുണ്ട്. അമ്മ പിന്നെ എന്താ ഉദ്ദേശിച്ചിട്ടാണ് എന്റെ ATM കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ചേട്ടനെ സൂക്ഷിക്കാപ്പിക്കണം എന്ന് പറയുന്നത്? ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ പേഴ്സും താക്കോലും തന്നെ എവിടെ വെച്ചൊന്നും ഓർമ്മയില്ല. പിന്നെ അമ്മയെ കുറച്ച് സാധനങ്ങൾ ഏൽപ്പിക്കാൻ പറഞ്ഞില്ലേ, എന്റെ 8 വളയും 2 മാലയും ഒരു ജിമിക്കിയും പാദസരവും. അത്രയും വലിയ അലമാരി ഇരിക്കാനുള്ള വകട്ടൊന്നും അതിനില്ല. എന്റെ ബാഗിലിരുന്നോളൂ.